അപ്പോൾ ഒരു 5 ബെഡ്റൂമുള്ള ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു വീട് 300 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ പണികഴിപ്പിച്ചിട്ടുള്ള ഈ ഒരു വീടാണ്. അപ്പോൾ ഈ വീടിന് 5 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ബാക്കി ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂം വരുന്ന അതാണ് ഈ ഒരു വീടിൻ്റെ വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് തച്ചോട്ടുകാവിലാണ്. നമുക്ക് ട്രിവാൻഡ്രം സെൻറ്ററിൽ നമുക്കൊരു 10 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. കൂടാതെ ഈ ഒരു വീടിൻ്റെ വരാനായിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 30 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. നമുക്ക് വീടിൻ്റെ ഈ കയറി വരുന്ന ഭാഗത്തെല്ലാം നമുക്ക് നല്ല വഴിയുണ്ട്, ഒരു വണ്ടിയൊക്കെ നമുക്ക് വരാൻ പറ്റുന്ന ടൈപ്പ് ഒരു വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ഈ ഒരു വ്യൂ ആണ് നമുക്ക് വരുന്നത്. മുകളിലൊക്കെ വുഡൻ ഫിനിഷിലാണ് നമുക്ക് മുകളിൽ ഹാൻഡിൽസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ആയിട്ടൊരു ഗേറ്റ് ഉണ്ട്, സ്ലൈഡിങ് ഗേറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗേറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ള് ഇൻ്റർലോക്ക് വീടിൻ്റെ ഫ്രണ്ട് ഫുള്ള് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈഡ് കൊണ്ട് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വീടിൻ്റെ നമുക്ക് ഫ്രണ്ടിൽ നമുക്കൊരു 3 വണ്ടി വരെ പാർക്ക് ചെയ്യാനായിട്ടുള്ള നല്ലൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 3 വണ്ടി വരെ നമുക്ക് ഈ ഒരു സ്പേസിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു ചെറിയൊരു പ്ലാന്റ് കൊടുത്ത് ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ വരുന്നത്. ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ഒരു വീടാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഈ വീടിന് കിണറും പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ്. നമുക്ക് ഈ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്കിവിടെ കിണർ വരുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് നനകല്ലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിണറും പൈപ്പ് കണക്ഷനാണ് നമുക്ക് ഈ വീടിന് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ വീടിൻ്റെ ഫ്രണ്ട് സിറ്റൗട്ടിൻ്റെ കാഴ്ച കാണാം. നമുക്ക് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് സിറ്റൗട്ട് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന സിറ്റൗട്ട് 10x5 ഡയമെൻഷനിലുള്ള ഒരു സിറ്റൗട്ടാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലെ വാള് നമുക്ക് ഫുള്ള് വുഡൻ പാനലാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഫുള്ള് വുഡൻ പാനലിൽ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് പാനലെല്ലാം. കൂടാതെ തന്നെ ഫ്രണ്ട് ഡോറൊക്കെ തന്നെ ഒരു പ്രത്യേക ടൈപ്പിൽ നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് അതിൽ നടുക്ക് കണ്ടോ ഒരു നല്ലൊരു പൂട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡോറാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഈ വുഡൻ ഫിനിഷിൽ നമുക്ക് പോളിഷൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഗ്ലേസ് ചെയ്ത് നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കൂടാതെ നമുക്ക് നമ്മുടെ ചെരുപ്പൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള 2 കബോർഡ്സ് നമുക്ക് 2 സൈഡിലായിട്ട് നമുക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെരുപ്പൊക്കെ അതിൻ്റെ അകത്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിലെ സിറ്റ് ഔട്ടിൻ്റെ കാഴ്ച വരുന്നത്. ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് ഈ കാണുന്ന ഫ്രണ്ട് ഡോർ ഫുള്ള് പ്ലാവിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡബിൾ ഡോറാണ് വരുന്നത്. അപ്പം നമുക്ക് പ്ലാവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഡോറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലോക്ക് നമുക്ക് തുറന്ന് വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാം. ഇപ്പോൾ നമ്മൾ മെയിൻ ഡോർ തുറന്ന് ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഫ്രണ്ടിൽ ആദ്യം കാണാൻ പറ്റുന്നത്. 16x4 ഡയമെൻഷനിലുള്ള ഒരു വലിയൊരു നമുക്ക് ലിവിങ് ഏരിയയാണ് നമുക്ക് ഫ്രണ്ടിലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിന് മുകളിലായിട്ട് വുഡൻ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു സീലിംഗ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 16x4 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടെ TV യൂണിറ്റ് എടുത്തിട്ടുള്ളത്. അത് ഫുള്ള് വുഡൻ തീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് വുഡ് വർക്കിൽ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തന്നെ താഴെ കണ്ട് ധാരാളം സ്റ്റോറേജ് സ്പേസും നമുക്ക് വുഡൻ ഫിനിഷിൽ തന്നെ അതും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈനിൽ കണ്ടോ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ലിവിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നോക്കാം. അപ്പോൾ നമുക്ക് ഡൈനിങ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പാർട്ടീഷൻ ചെയ്ത് കണ്ടോ വുഡൻ തീമിൽ തന്നെ നമുക്ക് വുഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു പാർട്ടീഷൻ കൂടെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ നമുക്ക് ഫാൻസി ലൈറ്റ് കണ്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു വാളിൽ കണ്ടോ ഒരു പിക്ചറൊക്കെ വെച്ച് നല്ല ഭംഗിക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. 14x10 ഡയമെൻഷനിലുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് വരുന്നത്. സൈഡിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസും നമുക്ക് തടിയിലും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് വാളിൽ വരുന്നത്. ഇപ്പോൾ ഡൈനിങ് ഏരിയ നമുക്ക് വരുന്നത് 14x10 ഡയമെൻഷൻ വരുന്നത്. അപ്പം ഒരു വാഷിംഗ് യൂണിറ്റ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അത് നമുക്ക് വുഡിൽ തന്നെയാണ് നമുക്ക് അതിലെ കബോർഡ്സ് ഒക്കെ വരുന്നത്. പിന്നെ ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ കണ്ടോ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മിറർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഡൈനിങ് ഏരിയയുടെ വാഷിംഗ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഇനി ഇവിടെ വരുന്നത് കിച്ചണാണ്. നമുക്കൊരു ഓപ്പൺ കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. അതും വുഡിൽ തന്നെയാണ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിന് മിക്കതും നമുക്ക് വുഡിലാണ് കംപ്ലീറ്റ് ഉള്ളത്. കണ്ടോ ഫുള്ള് കിച്ചൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം. കണ്ടോ ഫുള്ള് വുഡൻ തീമിൽ തന്നെയാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. കണ്ടോ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഫുള്ളും തന്നെ വുഡിൽ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് താഴെ ടൈല് കണ്ടോ ഇവിടെ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ഒരു ടൈലാണ് നമുക്ക് ഇവിടെ തറയിൽ കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന കിച്ചൺ 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഇതിൻ്റെ സ്പേസ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് നമുക്ക് വുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് നമുക്ക് ചെയ്തിട്ടുള്ളതാണ്. ഫുള്ള് വുഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗി നോക്കുമ്പോഴത്തേക്ക് എന്താ കിട്ടുന്നുണ്ട്. താഴെ നമുക്ക് ധാരാളം കബോർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ മൾട്ടി ഫങ്ഷനിങ് ആയിട്ടുള്ള സിങ്കും നമുക്ക് കൂടാതെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ സിങ്ക് വരുന്നത്. അത്യാവശ്യം വലിയ ഒരു സിങ്കാണ്. നമുക്ക് പാത്രം കഴുകാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ടൈപ്പാണ്. പിന്നെ നമുക്കിവിടെ പവർ യൂണിറ്റ് തന്നെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തതുകൊണ്ട് ആ ഭാഗത്തും അങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ട് 3 ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കിച്ചൻ്റെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കൂടെ കാണാം. നമുക്കപ്പോൾ ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ 14x12 ഡയമെൻഷനിലുള്ളതാണ് ഈ കാണുന്ന ബെഡ്റൂം. മുകളിലുണ്ട് നമുക്ക് സീലിംഗ് വന്നിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റിങ്ങും സ്ട്രിപ്പ് ലൈറ്റൊക്കെ കൊടുത്താണ് മുകളിൽ ചെയ്തിട്ടുള്ളത്. നടുക്ക് ജിപ്സം ബോർഡിൽ ആണ് നടുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു സൈഡിലായിട്ടുണ്ടോ നമുക്ക് ബുക്ക് വയ്ക്കാനൊക്കെയുള്ള ഷെൽഫ് പോലെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ സംഭവം ചെയ്തിട്ടുണ്ട്. വുഡിൽ തന്നെ കംപ്ലീറ്റ് ഉള്ള ധാരാളം കണ്ട സ്പേസ് ആണ് നമുക്കിവിടെ ഇങ്ങനെ കുറേ ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലുണ്ട്. ഇപ്പുറത്തെ സൈഡിലുണ്ടോ ഈ ഒരു ഭാഗത്ത് ധാരാളം സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്ത് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പച്ചമല്ലിൽ നമുക്ക് ഒരു പിക്ചർ ഉണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനിൽ ലൈറ്റ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന വാർഡ്രോബ് ഉണ്ടാവും. ഫുള്ള് വുഡിൽ വരുന്ന ടൈപ്പാണ് നമുക്ക് വാർഡ്രോബ് വരുന്നത്. അപ്പോൾ ഫുള്ള് ഇത് വുഡൻ തീമിലാണ് നമുക്ക് ഈ ഒരു വാർഡ്രോബ് മൊത്തത്തിൽ വരുന്നത്. നമുക്കിവിടെ സൈഡിലായിട്ട് ഒരു മിററും നമുക്കിവിടെ വാർഡ്രോബിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോറാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സ്പേസ് ഉള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമുക്കിവിടെ വരുന്നത്. ലൈറ്റും ബാക്കി മിററും ബാക്കി സിങ്ക് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഫിറ്റിങ്സ് എല്ലാം ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് അതുകൂടാതെ നല്ല സ്പേസും ഉണ്ട്, തറവുണ്ട്, ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ കാഴ്ച വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ് കാണേണ്ടത്. നമുക്ക് അത് വരുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ അത് നമുക്ക് നേരത്തെ തറയിൽ നമുക്ക് അതേ ടൈപ്പ് ടൈലാണ് ഇട്ടിട്ടുള്ളത്. ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലാണ് നമുക്ക് തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 14x12 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ച എങ്ങനെയാണ് നമുക്ക് വരുന്നത്? നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്കൊരു കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. വുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പോർഷൻ ഫുള്ള്. പിന്നെ നമുക്ക് ഇവിടുത്തെ പിക്ചർ വന്നിട്ട് നമുക്ക് ഈ ഒരു ഡിസൈനാണ് നമുക്ക് ഇവിടുത്തെ പിക്ചർ കൊടുത്തിട്ടുള്ളത്. പിന്നെ വാർഡ്രോബ് നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ട അതേ ടൈപ്പ് തന്നെ വുഡിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വാർഡ്രോബാണ് വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വാർഡ്രോബിൻ്റെ തന്നെ മിറർ വരുന്നതിൻ്റെ അകത്തുണ്ട് നമുക്ക് ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടത്തെ കൊണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ വേറൊരു കളർ തീമിലാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ള ടൈല് കേട്ടിട്ട്. ബാക്കി നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ടൈപ്പ് തന്നെയാണ് ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കണ്ട തറയിൽ നമുക്കിത് യൂസ് ചെയ്തിട്ടുണ്ട്. ജാഗ്വാറാണ് ഫുള്ള് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ജാഗ്വാറാണ്. അപ്പോൾ നമുക്കിവിടെ എല്ലാ സംഭവവും യൂസ് ചെയ്തിട്ടുള്ള ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ്. ജാഗ്വാറാണ്.
പിന്നെ ഏതാണ്ട് ഇത് ജാഗ്വാറാണ്. അപ്പോൾ എല്ലാ പ്രോഡക്റ്റും തന്നെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ നമുക്കിവിടെ നല്ല സ്പേസും നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷം വരുന്നത്. അപ്പോൾ നമുക്ക് ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ ഉണ്ട്. കൂടാതെ 2 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് സ്റ്റെപ്പ് വരുന്നത്. കണ്ടോ, അത് ഫുള്ള് സ്റ്റെപ്പ് നമുക്ക് വുഡിലാണ് സ്റ്റെപ്പ് ഫുള്ള് വരുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ കയറി ചെല്ലുമ്പോൾ നമുക്ക് സെൻസർ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ലൈറ്റും നമുക്ക് ഇവിടെ ഓണാകും. നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാകണ്ടോ, നമ്മൾ കയറുമ്പോൾ കണ്ടോ അല്ലേ, കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ലൈറ്റ് എല്ലാം വർക്കിംഗ് ആയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസും വുഡൻ തീമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു സൈഡിൽ വരുന്നത്. മുകളിലായിട്ട് നമുക്കിവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിൽ പോകുമ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഈ കയറി വരുന്ന ഭാഗം ഫുള്ള് കണ്ടോ, തറയെ ഫുള്ള് നമുക്ക് വുഡിലാണ്. ഈ സൈഡ് പോർഷൻ ആയാലും ഹാൻഡിൽസ് ആയാലും നമുക്കുണ്ടോ ഫുള്ള് വുഡിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു പോർഷനിലെ മൊത്തം വരുന്നത്. കണ്ടോ, ലൈറ്റ് നമുക്ക് സെൻസർ ഉള്ളതുകൊണ്ട് നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് കത്തും. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് അത് ഓഫ് ആവുകയും ചെയ്യും. ആ ഒരു കണക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് ഹാൻഡിൽസ് ഫുള്ള് വുഡിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 24x18 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. മുകളിലായിട്ട് നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വുഡൻ തീമിലുള്ള കുറച്ച് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ള ഒരു തീമും, ഇപ്പുറത്ത് വരുന്ന സീലിംഗ് നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു തീമുമാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഈ ഒരു പോർഷനിൽ ഒരു TV യൂണിറ്റ് വയ്ക്കാനുള്ള സ്പേസ് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അതിലും നമുക്ക് വുഡ് കുറച്ച് ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. പിന്നെ കൂടാതെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇങ്ങനെ ചെയ്ത് കിടപ്പുണ്ട്. വുഡിൽ തന്നെയാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പവർ യൂണിറ്റും ബാക്കി അതിൻ്റെ ഔട്ട് പോകുന്ന യൂണിറ്റ് എല്ലാം ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തറ ഫുള്ള് യൂസ് ചെയ്തിട്ടാണ് കണ്ടോ, വുഡൻ തീമിലുള്ള ഒരു ടൈൽസ് ആണ് നമുക്ക് ഇവിടെ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. അത് അത്യാവശ്യം നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് പോലത്തെ ഒരു ടൈലാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ കൂടാതെ നമുക്ക് ഈ ചുമരിലൊക്കെ കണ്ടോ ഓരോ പിക്ചർ നമുക്ക് വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു പോർഷനുണ്ട് ഇവിടെയും വുഡൻ. അപ്പോൾ ഇവിടെയും നമുക്കൊരു പിക്ചറും എടുത്ത് ലൈറ്റൊക്കെ വെച്ച് കണ്ടോ നന്നായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ലിവിങ് ഏരിയ മുകളിൽ കയറുമ്പോഴത്തേക്ക് വരുന്നത്. ഇനി നമുക്കിവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. ഒന്ന് നമുക്ക് ഈ ഒരു സൈഡിലും, ഒന്ന് നമുക്ക് ഈ TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലും, ഒന്ന് ഈ ഒരു പോർഷനിലും, അങ്ങനെ 3 സൈഡിലായിട്ടാണ് നമുക്ക് 3 ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു ബെഡ്റൂമിന് നമുക്ക് പുറത്തോട്ട് ഒരു ബാൽക്കണിയും കൂടെ വ്യൂ കിട്ടുന്ന ഒരു ടൈപ്പും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഇതാണ് വരുന്നത്. നമുക്കിപ്പോൾ 14x14 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് ഇത്. നമ്മൾ നേരത്തെ താഴെ കണ്ട അതേപോലത്തെ ഒരു മാസ്റ്റർ ടൈപ്പ് ബെഡ്റൂം കൂടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മുകളിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റ് കൊടുത്താണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ നമ്മൾ നേരത്തെ താഴെ കണ്ട അതേ ടൈപ്പ് തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഷെൽഫുകൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ഫുള്ള് വുഡിലാണ് ചേർത്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഇവിടെ ആയിട്ട് വരുമ്പം ഒരു മിററും കൂടെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്കിവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. നമുക്ക് വുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ് ഉണ്ട്. അതിനും ഇവിടെ ഒരു മിറർ വരും സെപ്പറേറ്റ്. നമുക്കല്ലാതെ ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു പോർഷനിൽ നമുക്കൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു മിറർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈനാണ് പിക്ചർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാഴ്ച കൂടെ കാണാം. നമുക്കിപ്പോൾ കണ്ടോ, ഇതാണ് ഇവിടുത്തെ കളർ തീം വരുന്നത്. നമ്മൾ താഴെ കണ്ട പോലെ ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ ബ്രാൻഡഡ് ഫിറ്റിങ്സും യൂസ് ചെയ്തിട്ടുണ്ട്. സ്പേസ് നമുക്ക് ഈ ഒരു രീതിക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂമും ഉണ്ട്. അപ്പോൾ അത് വരുന്നത് 10x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. മുകളിൽ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തറയിൽ നമുക്ക് നേരത്തെ കണ്ട അതേ ടൈപ്പ് ടൈൽ ഇട്ടിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ നേരത്തെ ഒരു റൂം ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ അതിൽ ഈ ഒരു വുഡൻ തീമിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് തന്നെ നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ കോമൺ ആയിട്ട് കണ്ട
ഒരു വാർഡ്രോബ് തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്, വുഡൻ തീമിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സെയിം തന്നെയാണ്, നമുക്ക് എല്ലാ റൂമിനും സെയിം ഒരേപോലത്തെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അപ്പം നമുക്ക് ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റും ഈ ഒരു കളർ തീമും ബാക്കിയെല്ലാം സെയിം ആണ്. എല്ലാ സംഭവങ്ങളും നമുക്ക് എല്ലാ ബാത്റൂമിലും നമുക്ക് ചെയ്തിട്ടുള്ള ഒരു സെയിം സംഭവമാണ്. പിന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനാണ് നമുക്ക് ഇവിടെ കണ്ട ഈ ഒരു പോർഷനിൽ കൂടെ നമുക്ക് ബാൽക്കണി പോകാനുള്ള ഒരു ഏരിയയും കൂടെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് ഈ ഒരു ഡോറ് തുറന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് ബാൽക്കണി പോകാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ബാൽക്കണി വരുന്നത്. സെപ്പറേറ്റ് ബാൽക്കണി അപ്പുറത്തെ സൈഡിൽ പോയിട്ട് നമുക്കൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് ബാൽക്കണി വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ലാസ്റ്റത്തെ ബെഡ്റൂം കൂടെ നോക്കാം. അപ്പോൾ ഈ ഒരു സൈഡിലാണ് നമുക്ക് ഇനി ആ ഫൈനലായിട്ടുള്ള ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം 12x10 ഡയമെൻഷനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷനാണ് വരുന്നത്. മുകളിലായിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടെയില് നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ടൈപ്പ് വുഡൻ തീമിലുള്ളതാണ്. പിന്നെ സൈഡിൽ നമ്മൾ നേരത്തെ കൊണ്ട പോലെ ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ആണ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കണ്ടോ തറയുന്ന നമുക്ക് ഇങ്ങനെ കുറച്ച് അകത്തോട്ട് സ്പേസിലാണ് നമുക്ക് ബാക്കി ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് നമുക്ക് കണ്ടോ ചെമൻ്റെ അകത്തോട്ട് വരുന്ന ടൈപ്പാണ്. ഇവിടെ വലിയൊരു മിററും നമുക്കിവിടെ വരുന്നുണ്ട്, കണ്ടോ നല്ല വലിയൊരു മിറർ വരുന്നുണ്ട്. പിന്നെ വാർഡ്രോബ് നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ചെമ്മൻ്റെ അകത്ത് ഉള്ളിൽ വരുന്ന ടൈപ്പാണ് നമുക്ക് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ബാത്റൂം കണ്ടോ നമുക്ക് ഈ ഒരു കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഫിറ്റിങ്സ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് മൊത്തം യൂസ് ചെയ്തിട്ടുള്ളത്. തറയും നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ 3 ബെഡ്റൂമിൻ്റെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെയാണ് നമുക്ക് ബാൽക്കണി പോകേണ്ടത്. അപ്പോൾ ഈ കാണുന്ന ബാൽക്കണി നമുക്ക് 12x8 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി വരുന്നത്. ഇവിടെ നമുക്ക് കണ്ടത് പാനൽ ഫുള്ള് വുഡൻ തീമിൽ ചെയ്തിട്ടുള്ള ഒരു പാനലാണ് നമുക്കിവിടെ ബാൽക്കണി ഏരിയയിൽ ഫുള്ള് കൊടുത്തിട്ടുള്ളത്. പിന്നെ തറ ഫുള്ള് നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് നമ്മൾ അകത്ത് കണ്ട അതേ ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ബാൽക്കണി ഉണ്ട് എന്നാൽ കുറേ സൈഡിൽ നമുക്ക് പോകാൻ പറ്റും. ഉണ്ട് ഇവിടെ നിന്ന് ഈ ഒരു പോർഷൻ വഴി നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോർഷൻ വഴി നമുക്ക് പോയാൽ ഇപ്പുറത്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് നേരത്തെ കണ്ട ആ ഒരു ഡോറ് തുറന്നാണ് നമ്മൾ ആ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടൊരു എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കണക്റ്റഡ് ആണ്. ഇങ്ങനെ നമുക്ക് വന്നിട്ട് ഈ ഒരു പോർഷനിലോട്ട് നമുക്ക് വരാൻ എളുപ്പമാണ്. പിന്നെ നമുക്ക് അവിടെ നിന്നും അങ്ങോട്ട് പോയാൽ നമുക്ക് മുകളിൽ സ്റ്റെയറിൽ പോകാനൊക്കെ ഉള്ള വഴി നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൈഡിൽ കണ്ടോ ഫുള്ള് വുഡൻ തീമിലുള്ള ഹാൻഡിൽസ് ആണ് നമുക്ക് സൈഡിൽ ഫുള്ള് വരുന്നത്. നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് മുകളിൽ കണ്ടു. അപ്പോൾ നമുക്ക് ടെറസിന് മുകളിൽ പോകാൻ വേണ്ടി ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും. അപ്പോൾ 99 ലക്ഷമാണ് ഈ ഒരു വീടിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീട് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ലോണിനാണ് വീട് നോക്കുന്നതെങ്കിലും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ വീട് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും വീടോ നിങ്ങളുടെ പ്ലോട്ടോ എന്തെങ്കിലും വിൽക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ എങ്കിൽ നമ്മൾ നിങ്ങളുടെ വീടും നമ്മൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നമുക്ക് പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.